ശശി തരൂർ ആർത്തി പൂണ്ട് നടക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മോദി പറയുന്നത് കേട്ട് ചാടിക്കളിക്കുകയാണ് തരൂർ. കുട്ടിന്റെ അത്താഴ വിരുന്നിൽ ക്ഷണിക്കേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധിയാണ്, തരൂരിനെ അല്ല. തരൂരിനെതിരെ ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഉണ്ണിത്താൻ പ്രതികരിച്ചു. പ്രൈം ഡിബേറ്റിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വീണ്ടും തരൂർ പ്രശ്നമുണ്ടാക്കുകയാണല്ലോ. ഇന്നലത്തെ അത്താഴ വിരുന്ന് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വളരെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മുഴുവൻ സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും കൂടുതലായി ലഭിക്കാനില്ല. അപ്പൊ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശശി തരൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് വരുമ്പോൾ അറിയത്തില്ലേ, ഇത് മോത്തിലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ്, രാജീവ് ഗാന്ധിയുടെ പാർട്ടിയാണ്, സോണിയാഗാന്ധിയുടെ പാർട്ടിയാണ്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. ഇതൊക്കെ അറിയാതാണോ പുള്ളി ഇങ്ങോട്ട് വന്നത്? അപ്പോ ബാൻ കി മൂണിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് അഭയം കൊടുത്തത് സോണിയാഗാന്ധിയാണ്. എന്നിട്ട് അറിയാമല്ലോ നമ്മൾ അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു. ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എനിക്ക് എന്നാണ് ഒരു പാർലമെന്റ് അംഗമാകാൻ പറ്റിയത്. അദ്ദേഹം പാർലമെന്റ് അംഗമായി, കേന്ദ്രമന്ത്രിയായി. ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്നും പോയിട്ടില്ല. അപ്പം പൂന്താനത്തിന് ജ്ഞാനപ്പാന പറയുന്നത് പോലെയാണ് ഇപ്പം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നത് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അതാണ് 10 കെട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം. ഇങ്ങനെ ആർത്തി മൂത്ത് നടക്കുകയാണ് അയാള്. അയാൾക്കിനി എന്തോക്കെ മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് നിന്നാൽ അത് പൂവണിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അയാള് സ്വയം പുറത്തു പോകുന്നതല്ലാതെ അയാളെ പാർട്ടി പുറത്താക്കേണ്ടതില്ല എന്ന തീരുമാനമാണ്. അപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം കെട്ടി ചമഞ്ഞ് പോകാമെന്നുള്ള ധാരണ വേണ്ടെന്നുള്ളതാണ്. പക്ഷേ എത്ര നാൾ ഇത് സഹിക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അതെ പാർട്ടി ഭൂമിയോളം ക്ഷമിച്ചു. ഇനി ക്ഷമിക്കുന്ന കണ്ടറിയണം. കാര്യം പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ മുറിച്ചു തന്നെ മാറ്റണം. മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന് അമാന്തം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഹൈക്കമാൻഡ്. അതിന് യാതൊരു തർക്കവുമില്ല. ഓരോന്നിലും തരൂരിന് ഓരോ ന്യായീകരണമുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിൽ അദ്ദേഹം പറയുന്ന ന്യായം വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി എന്നാണ്. അങ്ങനെ ഓരോന്നിലും ഓരോ ന്യായമുണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമില്ലേ, ഒരു പൈതൃകമില്ലേ, പഴയ കാലത്തെ ചില പ്രസിഡന്റുകളില്ലേ. അപ്പോ വിദേശ രാജ്യത്തിലെ രാഷ്ട്രത്തലവന്മാർ വരുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ രാജ്യത്തിനൊരു ഭരണഘടന കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഏതാണ്ട് 55 വർഷം തുടർച്ചയായിട്ട് ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ അല്ലേ ഇതിന് ക്ഷണിക്കുന്നത്? ശശി തരൂരാണ് ക്ഷണിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് വലിയ വിമർശനം തരൂരിനെതിരെ ഉന്നയിച്ചത്.